ഹായ് ഓൾ എല്ലാവർക്കും എയർജുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ 2 താത്തയുടെ രണ്ടാം വരവ് കണ്ടു. സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. ഇന്ത്യൻ 2-ന് ശേഷം ഇന്ത്യൻ 3-യുടെ ഒരു ട്രെയിലറും കൂടെ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായവും ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യൻ 2 എൻ്റെ മോനെ കിടിലം പടം. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് ഈ ഒരു സിനിമയെ കുറ്റം പറഞ്ഞവർക്കൊക്കെ ഉള്ളൊരു തിരിച്ചടി, ശങ്കറിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ്, ഒരു കിഡിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ സിനിമ കാണാനായിട്ട് പോയത്. പക്ഷേ അടപടലമായി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റും എനിക്ക് അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് മാത്രമല്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ശങ്കർ പടം വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു മാസം മുമ്പെങ്കിലും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, അതിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്, ഒരു ആഘോഷമാണ് ഒരു ശങ്കർ പടം ഇറങ്ങുക എന്ന് പറയുന്നത്. 2.0 വരെ അതങ്ങനെ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇന്ത്യൻ എന്ന ഐക്കോണിക് ആയിട്ടുള്ള ശങ്കറിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ രണ്ടാം വരവായിട്ട് പോലും ഒരു ഓളവും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ഐക്കോണിക് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ രണ്ടാം വരവ് കൊണ്ടുവന്ന് നശിപ്പിക്കേണ്ട എന്ന് ആരാധകരുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തണുപ്പം മട്ട്. അങ്ങനെ ഒരു ആഗ്രഹം ആരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് അവരാണ് ശരി. ഇന്ത്യൻ എന്ന ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവന്ന് ഒരുമാതിരി അപമാനിച്ച് വിടുന്ന പോലെയാണ് ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ആയത്. ഒരു ചുണ്ണാമ്പിന് പോലും, ഒരു മഷിയിട്ട് നോക്കാൻ പോലും ഒരു കഥ ഈ ഒരു സിനിമയ്ക്കകത്ത് എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്ന സാധനം എവിടെയില്ല. പ്രേക്ഷകനെ വല്ലാതെ കണ്ട് സെൻറ്റിമെൻ്റലാക്കാനായിട്ടൊക്കെ ഒരുപാട് സീൻസ് കുത്തി നിറച്ചിട്ടുണ്ട്. ഇന്ത്യനോട് ഒരു സഹതാപം തോന്നിക്കുന്ന രീതിയിൽ കുറേ സീൻസൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലും ഒന്നും ഇമോഷണലായിട്ട് കണക്റ്റ് ആകുന്നില്ല എന്നുള്ളതാണ്. പഴയ പാർട്ടിലെ സീൻ കാണിക്കുമ്പോൾ പോലും ഒരുമാതിരി ഒരു ഇമോഷണലായിട്ടുള്ളൊരു കണക്ഷനും ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാർ. ശരിക്കും ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് കമൽഹാസൻ പറഞ്ഞത് ഇന്ത്യൻ 2 ഇറക്കിയത് ഇന്ത്യൻ 3-ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്തിനാണ്? ഇന്ത്യൻ 3 ഇറക്കാനാണെങ്കിൽ ആദ്യമേ ഇന്ത്യൻ 2 എന്ന് പേരിട്ട് അതങ്ങ് ഇറക്കിയാൽ പോരായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ഈ ഒരു പടത്തിനകത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അഴിമതി കാണിക്കുന്നു, ഇന്ത്യൻ വരുന്നു, കൊല്ലുന്നു, അഴിമതി കാണിക്കുന്നു, ഇന്ത്യൻ വരുന്നു, കൊല്ലുന്നു. പിന്നെ സിദ്ധാർത്ഥ് അടങ്ങുന്ന ഒരു ഗ്യാങ് ഉണ്ട്, അവരും അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. അതല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു തേങ്ങയും ഈ ഒരു സിനിമയ്ക്കകത്തുള്ളതായിട്ട് തോന്നിയില്ല. ഒരു കണക്ഷനും ഇല്ലാതെ, ഒരു ഇൻസിഡൻറ്റ് തമ്മിൽ മറ്റൊരു ഇൻസിഡൻറ്റുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ലാതെ ഒരുമാതിരി ഒരു അന്തോളജിയൊക്കെ ചെയ്യുന്ന കണക്ക് ഒരു സിനിമയ്ക്കകത്ത് പല സ്റ്റോറി കാണിക്കുന്നത് പോലെയൊക്കെ തോന്നുന്ന, ഒരു രീതിയിൽ ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ലാത്ത ഒരു സിനിമയുടെ എൻഡിങ് പോലും ഒരുമാതിരി സീരിയൽ കൊണ്ട് നിർത്തുന്ന കണക്ക് നിർത്തി വെച്ചിട്ട് നമ്മുടെ അടുത്ത പാർട്ടിനായിട്ടുള്ള ഒരു ചെറിയൊരു പ്രിവ്യൂ കാണിക്കത്തില്ലേ, അതേപോലെ ഒരു സംഭവം ഇന്ത്യൻ 3-യുടെ ട്രെയിലറായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ, ഒരു സീരിയൽ കൊണ്ട് നിർത്തുന്ന രീതിയിൽ ചെയ്തു വെച്ചൊരു സിനിമ. ശങ്കറിൻ്റേതായിട്ടുള്ള ഒരുപാട് വലിയ വലിയ ഫ്രെയിംസ് ഒക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പണ്ട് നമ്മൾ കണ്ടിരുന്ന ശങ്കർ പടങ്ങളിൽ നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പലതും ഏറ്റവും വലിയ ഫ്രെയിംസുകളൊക്കെ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് തന്നെ ഇതെന്ത് സംഭവമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പുതിയ ഓരോ കാഴ്ചകളാണ് ശങ്കർ പടങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു രീതിയിലല്ല ഇപ്പം ആഡ്ലിയുടെ ഒരു മേക്കിംഗ് മികവ് പോലും ശങ്കറിന് അവകാശപ്പെടാനില്ലെന്നാണ് ഇന്ത്യൻ 2 കണ്ടിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഭയങ്കര നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സിനിമയ്ക്കകത്തും ഒരുപാട് വലിയ വലിയ ഫ്രെയിംസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് ശങ്കറണ്ണൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതുപോലും പരാജയപ്പെട്ടു പോയ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സിനിമയുടെ പോസിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നാമത്തേത് അനിരുദ്ധാണ്. സോങ്സ് ഒന്നും അത്ര വലിയ ഗുണമൊന്നുമില്ല, ഒരു ഗുമ്മില്ലാത്ത പോലത്തെ സോങ്സ് ആണ്. ഒരു രീതിയിലും പിന്നെയും കേൾക്കാനോ അല്ലെങ്കിൽ തിയേറ്ററിൽ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു അനുഭവം നൽകുന്ന സോങ്സോ ഒന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് അനിരുദ്ധ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവുകളിൽ ഒന്നാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ സാക്ഷാൽ ഉലകനായകൻ കമൽഹാസൻ, പുള്ളി കിടുവാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല കിടിലിനായിട്ട് തന്നെ ഇന്ത്യൻ എന്ന ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഭാഗത്തു നിന്ന് വലിയ അപാകതകളൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഈ ഒരു സിനിമയ്ക്കകത്ത് അപാകതകൾ ഉള്ളത് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലും മേക്കിങ്ങിലുമാണ്. സ്റ്റോറി എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തില്ല. അഴിമതി ചെയ്യുന്നു, കൊല്ലുന്നു, അഴിമതി ചെയ്യുന്നു, പിടിച്ച് ജയിലിലിടുന്നു. ഈ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്ത് പല രീതിയിൽ കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സിനിമയിൽ ഞാൻ കണ്ടത്. വേറൊരു ഗൂസ് ബംസ് മൊമെൻറ്റോ അത്തരത്തിൽ ഒരു പിടിച്ചിരുന്ന കഥയോ ഒന്നും ഈ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറാണ്. ഒരു മെയിൻ വില്ലൻ രീതിയിലാണ് എസ് ജെ സൂര്യയെ കാണിച്ചിട്ടുള്ളതെങ്കിലും പുള്ളിയുടെ പാർട്ട് മെയിനായിട്ട് വരാൻ പോകുന്നത് ഇന്ത്യൻ 3-ക്കകത്താണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ 3-യുടെ ഒരു ട്രെയിലർ ഈ ഒരു സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അത് കുറച്ച് നല്ല ഗ്രാൻഡ് വിഷ്വൽസും നല്ല രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. എന്താകുമെന്ന് അറിയില്ല. കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് ഇന്ത്യൻ്റെ കഥ
എന്താണെന്ന് ഇന്ത്യൻ്റെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോറി പറയാൻ പോകുന്നത് ഇന്ത്യൻ 3 എന്നാണ് തോന്നുന്നത്. അത് കുറച്ച് ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ പ്രസന്റ് സിറ്റുവേഷനും ഒക്കെ കാണിച്ചു പോകുന്ന ഒരു സിനിമയാകാനാണ് ഇന്ത്യൻ 3 2025 ജാനുവരിയിലാണ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യൻ 3യുടെ ട്രെയിലർ, ഈ ഒരു സിനിമ മുഴുനീള കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ 3യുടെ ട്രെയിലറാണ്. നല്ലൊരു ഗ്രാൻഡ് വിഷ്വൽ സംഭവങ്ങളാണ് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എന്ന ക്യാരക്ടറിന് കുറച്ചും കൂടി ഒരു പവറായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ട്രെയിലറിലാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ്റെ ആ ഒരു കഥ അറിയാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ആകാംക്ഷയുണ്ട്. കുറച്ച് ആ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടവും എന്താണെന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷയുണ്ട്. അത് ശങ്കറിനെ പോലെ ഒരു ബിഗ് സ്കെയിൽ ഡയറക്ടർ അത് നല്ല രീതിയിൽ ബ്രഹ്മാണ്ഡമായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ 2 പോലെ അട്ടപടലമാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഈ പടം, ഇന്ത്യൻ 2 എന്തിനാണെന്ന് എനിക്ക് ഈ ഒരു സിനിമ കണ്ട് തീർന്നപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതില്ലാതെ നേരെ ഇന്ത്യൻ 3 ഇറക്കിയിരുന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കഥയും ഇല്ല. ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഇല്ല. നേരെ ആ ഒരു ഇന്ത്യൻ്റെ കഥ പറയുന്ന സംഭവം ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ എന്ന് എനിക്ക് തോന്നി. ഇതിനെക്കാട്ടി എന്തായാലും മികച്ചതായിരിക്കും ഇന്ത്യൻ 3 എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്ത്യൻ 2വിനകത്ത് ഒരു തേങ്ങയില്ല. സോ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ത്യൻ 3യുടെ ട്രെയിലർ അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് ഇന്ത്യൻ 3 കാത്തിരിക്കാം. ഈ ഒരു സിനിമയ്ക്കകത്ത് ഇന്ത്യനോട് സഹതാപം തോന്നിപ്പിക്കണം എന്ന രീതിയിൽ ഡയറക്ടർ കുറേ സീൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കണ്ടിട്ട് ഒരു രീതിയിലുള്ള സഹതാപവും തോന്നുന്നില്ല. ഡയറക്ടർ തന്നെ പുള്ളിയുടെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് അപമാനിച്ച് വിടുന്ന ഒരു ഫീലാണ് എനിക്ക് ഇന്ത്യൻ 2 കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. തികച്ച അനാവശ്യമായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എണീച്ച് നടക്കാൻ പറ്റാതിരുന്ന താത്ത 6 പാക്ക് ഒക്കെ കാണിക്കുന്ന സീൻസൊക്കെ ഉണ്ട്. അതിനകത്തൊന്നും ലോജിക്കലി ഞാൻ അതിനകത്തോട്ട് മുഴുകുന്നില്ല. കാരണം ബാക്കിയൊന്നും പോസിറ്റീവ് അല്ലാത്തതുകൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്തായാലും മൊത്തത്തിൽ ഒരു അപരാധം. എന്തായാലും ഇന്ത്യൻ 3 അവതാരമായി മാറട്ടെ എന്ന ആഗ്രഹത്തോടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ ഏറ്റവും ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നെടുമുടി ചേട്ടനെയും പിന്നെ നമ്മുടെ തമിഴ് ആക്ടർ വിവേകിനെയും പോലെയുള്ളവരെ വീണ്ടും ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ഭാഗവും നെടുമുടി വേണുവിൻ്റെ ചെയ്തിരിക്കുന്നത് വേറൊരു ആക്ടറാണ്. എന്നാലും പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറും പിന്നെ വിവേകിൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞതിൽ ചെറിയൊരു സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇന്ത്യൻ 2 എന്ന സിനിമ കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം.